നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അവർക്ക് വിശ്രമിക്കാനായി വീടുകളും മസ്ജിദുകളും തുറന്നു നൽകണമെന്നും പാളയം ഇമാം. ഇമാമിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ്. എല്ലാ വർഷവും പാളയം മസ്ജിദും സെന്റ് ജോസഫ് പള്ളിയും ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്കായി സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. അവർക്ക് വിശ്രമിക്കാനും ശുചിമുറി സൗകര്യങ്ങൾ ഉപയോഗിക്കാനുമായി പള്ളിയിലെ പ്രാർത്ഥനാ സമയക്രമത്തിൽ പോലും മാറ്റങ്ങൾ വരുത്താറുണ്ട്. പാളയം ഇമാമിന്റെ ആഹ്വാനത്തിന് വലിയ സ്വീകാര്യതയാണ് സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറിയെന്നും എല്ലാവരും മാതൃകയാക്കേണ്ടത് ഇതാണെന്നുമുള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. പാളയം ഇമാമിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായി എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായി മാറാൻ നമുക്ക് സാധിക്കണം. പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ റമദാനിലാണ് ഈ വർഷവും പൊങ്കാല നടക്കുന്നത്. റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പൊങ്കാലയ്ക്കെത്തുന്ന നമ്മുടെ സഹോദരിമാർക്കും അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഇമാം കൂട്ടിച്ചേർത്തു. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളുമെല്ലാം നമുക്ക് അവർക്കായി സമ്മാനിക്കാൻ കഴിയണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും പൂർണ്ണമായും അവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ സ്നേഹവും സാഹോദര്യവും തുറന്നു കാണിക്കാനുള്ള സന്ദർഭമാണിത്, അദ്ദേഹം പറഞ്ഞു. അതേസമയം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പഴുതടച്ച സുരക്ഷയൊരുക്കാൻ 5000 പോലീസുകാരെ നിയോഗിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ക്ഷേത്രത്തിൽ നടന്ന സുരക്ഷാ വിലയിരുത്തലിന് ശേഷമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഗതാഗത ക്രമീകരണങ്ങളും കമ്മീഷണർ വിലയിരുത്തി. സുരക്ഷയ്ക്കായി CCTV, ഡ്രോൺ, വാച്ച് ടവർ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും. പെട്രോളിംഗ് ശക്തമാക്കും. ഭക്തജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അറിയിപ്പുകൾ ലഭ്യമാക്കുന്നതിനും പബ്ലിക് അനൗൺസ്മെന്റ് സൗകര്യം വിവിധയിടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാൽ പരിസരത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രധാന കൺട്രോൾ റൂമിന്റെയും വനിതകൾക്കായി പ്രത്യേക വനിതാ കൺട്രോൾ റൂമിന്റെയും പ്രവർത്തനം തുടരും. ഡെപ്യൂട്ടി കമ്മീഷണർമാരായ താബോഷ് ബസുമധാരി, ദീപക് ധൻകർ തുടങ്ങിയവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. വലിയ തിരക്കാണ് അനുഭവപ്പെടാൻ പോകുന്നത്. 3-ാം തീയതിയാണ് പൊങ്കാല. കർശനമായ നിരീക്ഷണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.